ശുചിക്കുട്ടാ, മഞ്ഞക്കുവിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ശംഖുപുഷ്പ അലുവ നോക്ക്. നീല കളറിൽ വന്നിരിക്കുന്നത് എന്താ ചന്തം കാണാൻ. നോക്ക് ശുചിക്കുട്ടാ. ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മളിവിടെ മഞ്ഞക്കുവയും കൊണ്ട് വെള്ള നിറത്തിലുള്ള മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെള്ള നിറത്തിലുള്ള മാവ് കൊണ്ടാണ് ഇപ്പോൾ ഈ നീല നിറത്തിലുള്ള അലുവ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മഞ്ഞക്കുവനെ കൊണ്ടുപോയിട്ട് നീലക്കുവയിലുള്ള അലുവി ഉണ്ടാക്കാൻ പോകുകയാണ്. ശംഖുപുഷ്പം കൊണ്ട് ഇതാ. അപ്പോൾ നീല കളർ കിട്ടാൻ വേണ്ടി ശംഖുപുഷ്പം നമ്മൾ തിളപ്പിക്കുകയാണ്. അതിന് ശംഖുപുഷ്പം ഇതിലിടുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചെടുക്കുക. ഇനി കുവീത മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് നമുക്കിനി ഗ്ലാസ്സിൽ അളന്നെടുക്കാം. 1 ഗ്ലാസ് മഞ്ഞക്കൂവ, 1 ഗ്ലാസ്. ഇപ്പോൾ ശംഖുപുഷ്പ വെള്ളം തിളച്ചിട്ടുണ്ട്, നല്ല നീല കളറായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം അതിലേക്ക്. അരിച്ചെടുത്തു ശംഖുപുഷ്പത്തിന് വെള്ളം. ഒരു ഗ്ലാസ് മാവിന് 2 ഗ്ലാസ് വെള്ളം. അപ്പം നമുക്ക് ആദ്യം മാവ് കലക്കിയെടുക്കാം. വെള്ളം ഇതാ, ആ ഇരിക്കൂ വിട്ടാ, നന്നായി കട്ടയില്ലാണ്ട് ഇളക്കി വിട്ടാ. കലക്കിയ വെള്ളം ഒഴുക്കി. ആ മതി 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 മതി. പഞ്ചസാര ഇട്, പഞ്ചസാര. ആ ഇളക്ക് ഇളക്ക്. അരുവി ഉണ്ടാക്കി ശരിയാ. നീല കളറ്. ആ ഒഴുക്കി, ആ ഒഴുക്കി, വെള്ളം ഒഴുക്കി. ആ നീല കളറ്. ആ സീക്കിട്ട നീല കളർ അല്ലേ. വിളക്ക് എന്നാ വിളക്ക്. ആ ഇളക്ക് സീജ, ഇളകി വരട്ടെ, ഇളകി വരട്ടെ. പഞ്ചസാരയും കൂടി പൊടിച്ചാണ് ആ പൊടി ഇടേണ്ടതാ. അലുവ മുറുകി വരാറായി ഏകദേശം. ഇത് എണ്ണയിൽ കടന്ന് വേകണം. എണ്ണയിൽ കടന്ന് നന്നായി വേകുമ്പോഴാണ് അലുവിയാകുക. വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ എണ്ണയിൽ കടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ബന്ധഭാവമൊക്കെ നല്ല കണ്ണാടി മാതിരി ആവും. കണ്ണാടി മാതിരിയായ വെന്തു എന്നാണ്. ഇനിയും വേകാനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 1 സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞാൽ ബാക്കി എണ്ണ പുറത്ത് വരും. അങ്ങനെയാണ്. കുട്ടാ നന്നായിരിക്കും അരുവ പറ്റി. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക്. ചീക്കുട്ട ഒഴിക്കുന്നത് ഇനി ഇളക്കുക. ചീ ഇളക്കുക. ആ ചൂട് അടിച്ചിട്ട് ശുചിക്കുട്ട ഞടിച്ച്. ആ ഞടിച്ചൊക്കെ ഇട്ട് നന്നായി ഇളക്കണം. നെയ്യ് കടന്നതൊക്കെ വേകും. ഏകദേശം ആയി, റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പം നമുക്കിനി ഓഫാക്കാം. ഒഴിക്കാം, അച്ചിലൊഴിക്കാം. ആ ആക്കി ലെവലാക്കി വയ്ക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ വതറാം മേലെ ചന്തത്തിന്. അലുവ സൂപ്പറായി വന്നിട്ട് ശരിക്കൂട്ടാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലെ വതറ ചന്തത്തിന്.
സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിന് പ്രസ് ചെയ്യാം. ശുചിക്കുട്ട സൂപ്പർ അരുവിയാണ്. നെയ്യിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വേറൊരു എണ്ണയും ഇല്ല ഇതിൽ. ആറിയിട്ടുണ്ട്. എടുക്ക സിജ നോക്കുതാ, സൂപ്പറായി വന്നിട്ടുണ്ട് അരുവ. ശിജിക്കുട്ട ചന്തത്തിൽ വരുന്നുണ്ട്. ശരി, അരമണിക്കൂർ കഴിഞ്ഞു എടുത്തു. ചൂടാറിയതും നന്നായി വന്നിട്ടുണ്ട് അരുവ. ഇനി ഇതിൽ വയ്ക്കുക അരുവകൾ. ഇതാ ശരി, അരുവകൾ ഇതിലിങ്ങനെ വയ്ക്കാം. ശിജിക്കുട്ടിക്ക് മഞ്ഞക്കൂവ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അരുവിയൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞക്കൂവയും കൊണ്ട് നമ്മൾ വെള്ള നിറത്തിലുള്ള കൂവപ്പൊടി ഉണ്ടാക്കി. ഈ വെള്ള നിറത്തിലുള്ള കൂവപ്പൊടിയിൽ ശംഖുപുഷ്പം ചേർത്തി നീല കളറുള്ള അരുവി ഉണ്ടാക്കി. നല്ല സൂപ്പറായ അരുവിയാണ്, സ്പെഷ്യൽ അരുവിയാണ്. നെയ്യ് മാത്രം ചേർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശിജിക്കുട്ടിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇനി ഇതെടുത്ത് വയ്ക്കാം.